നമസ്തേ. കഥകളിത് സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണ്. എറണാകുളം ജില്ല വനിതാവേദി പ്രത്യേകമായിട്ട് ആഘോഷിക്കുന്നൊരു ദിവസമാണ് കലയരങ്ങിൻ്റെ ദിവസം, ശനിയാഴ്ച. ഞാൻ പതിവ് പോലെ ഒരു പാചക കസർത്തുമായിട്ടാണ് വന്നിരിക്കുന്നത്. പാചക കസർത്തെന്ന് പറയുന്നത് അതങ്ങനെ ഒരു ഡയലോഗ് പറയണമെന്ന് മാത്രം. ഞാൻ ഇന്ന് ഒരു മെഴുക്ക് പുരട്ടി, ആ മെഴുക്ക് പുരട്ടി കാണുമ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ ഒരു അതിൻ്റെ നിറവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് തണ്ണിമത്തനാണോ എന്ന് തോന്നിപ്പോകും. എന്നാൽ അത് തണ്ണിമത്തനല്ല. ഒരു സാധാരണ ആർഭാടങ്ങളൊന്നുമില്ലാത്ത ഉച്ചയൂണിന് ഉപകരിക്കുന്ന ഒരു സാധാരണ മെഴുക്ക് പുരട്ടി മാത്രമാണ്. ഞാൻ പണ്ടൊരിക്കൽ, അതായത് ഒരു 4-5 വർഷങ്ങൾക്ക് 5 വർഷം ഉണ്ടോ സംശയം. എന്തായാലും ഞാൻ പുറത്ത് ഒരിടത്ത് പോയപ്പോൾ നമ്മളൊക്കെ സാധാരണ കടകളിൽ ഈ കപ്പങ്ങ വിൽക്കാൻ വെച്ചേക്കണ കാണാറുണ്ട്. ആ കപ്പങ്ങ എന്ന് പറഞ്ഞാൽ കപ്പളങ്ങാന്നോ ഓമയ്ക്കാന്നോ കപ്പക്കായാന്നോ ഒക്കെ പറയുന്ന ഇതാണ് ഈ സാധനം. അത് ചിലത് ഇങ്ങനെ പഴുത്തു വല്ലാണ്ടായിട്ട് ഒരു മഞ്ഞ നിറായി വരണ പോലെ നമ്മുടെ ഇവിടെ നാട്ടിൽ കാണുന്നതിനേക്കാൾ വലുതായിട്ടുള്ള ഒരു തരം കപ്പങ്ങ കാണാറില്ലേ? എനിക്കത് പലപ്പോഴും കാണുമ്പോൾ തോന്നാറ് എന്താണെന്ന്, ഇത് വല്ലാതെ പഴുത്തു പോയല്ലോ, ഇത് മുറിച്ചാൽ പിന്നെ ഉള്ളൊക്കെ വെളുവെളുന്നനെ ആയിരിക്കും, എങ്ങനെ അതൊരെണ്ണം വാങ്ങിയാലോ തോന്നാറുണ്ട്. അപ്പം തന്നെ എനിക്ക് തോന്നും, എന്തിനത്, നല്ല കപ്പങ്ങ ഇഷ്ടം പോലെ എൻ്റെ വീട്ടിലുണ്ടല്ലോ, പിന്നെ ഇനിയിപ്പോൾ ഈ പഴുത്ത് കുളുകുളുവായത് എന്തിനാണ് മേടിക്കണേന്ന് കരുതി ഞാൻ വാങ്ങിക്കാറില്ല. ഒരു ദിവസം നല്ല മഞ്ഞ നിറത്തിലിരിക്കണം. അപ്പം എന്തുകൊണ്ടോ എൻ്റെ മനസ്സ് വാങ്ങണം എന്നൊരു തോന്നൽ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, മോനോട് പറഞ്ഞു, എടാ ഈ കപ്പങ്ങ ഒരെണ്ണം വാങ്ങണമല്ലോ മോനെന്ന് പറഞ്ഞു. അതെന്നാ എടുത്തമ്മേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കപ്പങ്ങ വാങ്ങിച്ചുകൊണ്ട് കപ്പങ്ങ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോൾ അപ്പോൾ പഴുത്ത് കൊളായിട്ടിരിക്കണ കപ്പങ്ങയല്ലേ. അപ്പം സാധാരണ എൻ്റെ വീട്ടിൽ ഈ കപ്പങ്ങ പഴുത്താൽ ചെയ്യണത് എന്താ വെച്ചാൽ ഒരുമാതിരി നന്നായി പഴുത്തിട്ടുണ്ടാവും. അതിനെ ഒന്നങ്ങോട്ട് കഴുകി ഞാൻ 4 കീറും. എന്നിട്ട് അതിലെ കുരുവൊക്കെ അങ്ങോട്ട് മാന്തി കളഞ്ഞിട്ട് ഒരു സ്പൂൺ കൊണ്ട് അങ്ങോട്ട് മാറ്റി കളഞ്ഞിട്ട് ഒരു പ്ലേറ്റിൽ ഈ 4-1 പീസുകൾ ആയിട്ടുള്ള 4 പീസ് അങ്ങോട്ട് വെക്കും. എന്നിട്ട് ഒരു 2-3 സ്പൂണും കൂടിയിട്ട് പ്ലേറ്റിൽ ഉമ്മർത്താ കൊണ്ടുവയ്ക്കും. അപ്പം എന്താ വെച്ചാൽ തിന്നാൻ ഇഷ്ടമുള്ള ഇവിടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടം അതെങ്ങനെ വെച്ചാൽ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഇങ്ങനെ ഇടത്തെ കയ്യിൽ ഇങ്ങനെ വയ്ക്കും. ഈ സ്പൂൺ കൊണ്ട് അതിങ്ങനെ എടുത്ത് ആ മാംസളമായ ഭാഗം പഴുത്ത കപ്പങ്ങ ഇങ്ങനെ എടുത്ത് തിന്നും. അങ്ങനെയാണ് കപ്പങ്ങ തീറ്റ ഇവിടുത്തെ. അപ്പം അതുപോലെ ഇതും കൊടുക്കാമല്ലോ എന്ന് കരുതി ഞാനിത് കഴുകിയിട്ട് ഞെട്ട് മുറിച്ചു മാറ്റി അതിനെ അങ്ങ് മുറിച്ചപ്പോൾ കത്തി വെച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല മുറുക്ക്, അത്ര പഴുത്തിട്ടില്ലല്ലോ, പക്ഷെ തൊലിക്ക് കാണുമ്പോൾ നല്ലതുപോലെ പഴുത്ത് മഞ്ഞ നിറായിരിക്കണം. ഞാൻ മുറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒട്ടും തന്നെ അലുത്തിട്ടില്ല. നമ്മളെ ഇതാക്കി കഴിഞ്ഞ് തൊലി കളഞ്ഞാൽ കഷ്ണമായിട്ട് കുറച്ച് മുറുക്കത്തോടു കൂടി തന്നെയാണ് ഇരിക്കേണ്ടത്. എന്നെ വിസ്മയിപ്പിച്ചൊരു സംഭവം മറ്റൊന്നാണ്, ഇതിനകത്ത് കുരുകൾ, കപ്പങ്ങയുടെ കുരു നിറയെ ഉണ്ടാവുമല്ലോ നമ്മുടെ കപ്പങ്ങ മുറിക്കുമ്പോൾ, കറുത്ത് കുഞ്ഞു മുട്ടകൾ. പക്ഷേ ഇതിൻ്റെ അകത്ത് കുരു എന്ന് പറയുന്നത് വിരലിലെണ്ണം മാത്രം. ഞാൻ ആ മുറിച്ച കപ്പങ്ങയിൽ 4 കുരു ഉണ്ടായിരുന്നുള്ളൂ. ആ 4 കുരു ഞാൻ ഏതായാലും എടുത്ത് മാറ്റി വെച്ചു. ഒരു ചിരട്ടയ്ക്കകത്ത് ഇത്തിരി മണ്ണിട്ടിട്ട് അതിനെ പ്രത്യേകമായിട്ടൊന്ന് മാറ്റി വെച്ചു, മുളച്ച് വരട്ടേന്ന്. അതിപ്പോൾ എന്തിനു പറയണു, 2 എണ്ണം കണ്ട് മുളച്ചു. അതിൽ 1 എണ്ണം കൊതുകടിച്ചിട്ട് അങ്ങനെയൊക്കെ പോയി. രക്ഷപ്പെട്ട് കയറിപ്പോന്ന 1 എണ്ണം ഒരു തൈ വളർന്നു വലുതായി കപ്പങ്ങയായി. ഞാനിപ്പോൾ ഇന്ന് ഞാൻ ആ കപ്പങ്ങ 1 എണ്ണം ഏതാണ്ട് നിറം മാറാൻ തുടങ്ങണു, മഞ്ഞ നിറത്തിലേക്ക് മാറണു എന്ന് പറഞ്ഞപ്പോൾ ഒരു 4 കപ്പങ്ങ, മറ്റേതൊക്കെ അതുപോലെ മൂത്തിട്ടുണ്ടെന്ന് കരുതി പച്ച നിറത്തിൽ തന്നെ ആയിരിക്കണേ തൊണ്ട്, 1 എണ്ണത്തിന് നിറം മാറി. ആ നിറം മാറിയതും മറ്റതും കൂടെ മൂത്തിട്ടുണ്ടാവും എന്നുള്ള ധാരണയിൽ മറ്റ് 3 എണ്ണം കൂടിയായിട്ട് 4 എണ്ണം പറിച്ചു വെച്ചു. ആദ്യം തന്നെ ഞാൻ ഈ നിറമാറ്റം വന്ന ഏറ്റവും കൂടുതൽ പ്രായം ചെന്ന കപ്പങ്ങ അങ്ങ് മുറിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊരു ഭംഗി, തണ്ണിമത്തം മുറിച്ച് വെച്ചേക്കണ പോലെ തോന്നണേ. ഒട്ടും തന്നെ അലുത്തിട്ടില്ല, നല്ല കട്ടിയായിട്ടുള്ള മാംസളമായ ഭാഗം. ഒരു കുരു, അത് ഒരു ആരോഗ്യമില്ലാത്ത ചൊട്ടി പോലത്തെ ഒരൊറ്റ കുരു, അത് മാത്രമേ ഉള്ളൂ. ഞാനതിനെ മുറിച്ച് തൊണ്ടൊക്കെ ചെത്തി നീളപ്പാടെ കീറി
കുരുകുരുന്നനെ അരിഞ്ഞ് മറ്റേ കപ്പങ്ങ കൊണ്ട് ചിലപ്പോൾ തോരൻ ഉണ്ടാക്കാറുള്ളത് പോലെ ഒന്നും ഉണ്ടാക്കി. ഞാൻ സാധാരണയായിട്ട് കപ്പങ്ങ തേങ്ങയും മുളകും ഒക്കെ ചതച്ചിട്ടിട്ട് തോരനായിട്ട് ഉണ്ടാക്കും, അതൊരു സ്റ്റൈല്. ചിലപ്പോൾ ചിരകി കപ്പങ്ങ തേങ്ങാമുറി ചിരകണ പോലെ ചിരണ്ടിയിട്ടും തോരനുണ്ടാക്കും, അതും ഒരു സ്റ്റൈല്. ചില സമയങ്ങളിൽ ഒട്ടും ആർഭാടമില്ലാത്തൊരു തോരൻ അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. ആദ്യമായി അരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള കഷ്ണം മൈക്രോവേവിൽ ഒരു 3 മിനിറ്റ് വെച്ച് ഒന്നങ്ങോട്ട് വേവിക്കും. അപ്പോൾ അത് കുറച്ചൊക്കെ ഒന്നങ്ങോട്ട് വേവും. ഇത്തിരി ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ട് ഇളക്കിയിട്ട് പിന്നെ ചീഞ്ചട്ടിയിലെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ അല്പം ഒരു പിടുത്തം പുഴുക്കലരി ചൂടായ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇടും. അത് മലര് പൊരിയണ പോലെ പൊരിഞ്ഞു വരും. 2-3 മുളകും അങ്ങോട്ട് മുറിച്ചിടും. ഒരു 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും മുറിച്ചിടും. അത് കഴിഞ്ഞിട്ട് ഈ മൈക്രോവേവിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുള്ള ഈ കപ്പങ്ങ, അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയുണ്ട്, ഇതിലേക്ക് അങ്ങ് ഇടും. ഒന്നങ്ങോട്ട് ഇളക്കി ചേർക്കും, അടച്ച് വയ്ക്കും സ്ലോ ആക്കി. പിന്നെ അല്ല അരി വാർത്തതിന് ശേഷം അടുപ്പത്ത് കനലുണ്ടെങ്കിൽ അടുപ്പത്ത് വയ്ക്കും. ഇളക്കിയിട്ട് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ നല്ല സൂപ്പർ മെഴുക്ക് പുരട്ടിയായിട്ട് കൂട്ടാറുണ്ട് നാടൻ കപ്പങ്ങ. ഈ കപ്പങ്ങയും അതുപോലെ തന്നെ വെച്ചു മുറിച്ചു. നല്ല കട്ടിയായിട്ടാണ് തോന്നിയത്. തൊണ്ട് ചെത്തി നെടുകേ ഇങ്ങനെ കീറി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കുരുകുരാ അങ്ങോട്ട് അരിഞ്ഞു. അത്രയ്ക്ക് കുരുകുരയല്ല കേട്ടോ, ഒത്തിരി വലിയ കഷ്ണമായിട്ടാണ്. എനിക്ക് ഈ ചുവപ്പ് നിറം കണ്ടപ്പോൾ ഇത് പഴുത്തിട്ടില്ല എന്നങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു കഷ്ണമൊക്കെ എടുത്ത് തിന്നു, നേരിയൊരു മധുരമൊക്കെ ഉണ്ട്, അത് ശരിയാണ്. പക്ഷെ ഇത് നുറുക്കി വെച്ചേക്കണ കാണാൻ എന്തൊരു ഭംഗി. തണ്ണിമത്തൻ്റെ നിറമാണ് അരിഞ്ഞു കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ മൈക്രോവേവിൽ വെച്ചൊന്ന് വേവിച്ചു. അരിയും മുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടെ വറുത്തിട്ട് അതിലേക്കിട്ട് സാധാരണ ആർഭാടങ്ങളില്ലാത്ത ഒരു കപ്പങ്ങ മെഴുക്ക് പുരട്ടി. അതായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഊണിന് എൻ്റെ ഭവനത്തിലെ മെഴുക്ക് പുരട്ടി. അപ്പോൾ 2 പണിക്കാരുണ്ടായിരുന്നു. അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതെന്തത് ഇങ്ങനെ ചുവന്നിരിക്കണേ, ഇത്രയ്ക്കധികം മുളകാണോ ടീച്ചറെ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത് കഴിച്ചു, മുളക് ഇപ്പം എത്ര ഉണ്ടെന്ന് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞു. നോക്കിയപ്പോൾ എരിവൊന്നുമില്ല, നല്ല നല്ല കളറ് എന്നൊക്കെ പറയണ്ട, അങ്ങനെ സ്വാദും ഉണ്ട്, കഴിക്കുകയും ചെയ്തു. ഞാൻ ആ കപ്പങ്ങ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ കപ്പങ്ങ തോരൻ, അതിന് ആ കപ്പങ്ങ എങ്ങനെ സാധാരണ കപ്പങ്ങയല്ല, ഒരു ചുവന്ന തണ്ണിമത്തൻ്റെ നിറം ഉൾഭാഗത്ത് നല്ലതുപോലെ മൂത്താൽ ഉൾഭാഗത്ത് തണ്ണിമത്തൻ്റെ ചുവപ്പ് നിറമുള്ള ഒരു കപ്പങ്ങ. ആ കപ്പങ്ങ കൊണ്ടാണ് ഞാൻ തോരൻ വെച്ചിരിക്കുന്നത്. അതാണ് ഇന്നത്തെ എൻ്റെ ഒരു ഹൈലൈറ്റ്. ആ കപ്പങ്ങ തോരൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെ കാണിച്ചു തരുന്നതിനായിട്ട്. നമ്മളപ്പോൾ എന്താ പറയണ്ടേ, തണ്ണീർമത്തങ്ങ കൊണ്ടല്ലല്ലോ, തണ്ണീർമത്തങ്ങയുടെ ചായയുള്ള കപ്പങ്ങ കൊണ്ടൊരു തോരൻ വേണ്ട. നമുക്കതിന് മറ്റൊരു പേരിടാം, ചുവന്ന കപ്പങ്ങ. ഈ കപ്പങ്ങ എങ്ങനെയാണ്, നല്ല ചുവപ്പ് നിറല്ലേ ഉള്ളു, ചുവന്ന കപ്പങ്ങ തോരൻ ഞാൻ കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല സ്വാദൊക്കെ ഉണ്ട്. അല്പം മഞ്ഞപ്പൊടി മാത്രമേ ഉള്ളൂ, എന്നിട്ട് ഇത്രയ്ക്ക് കളറ്, നല്ലതുപോലെ മുളക് പൊടി ഇട്ട കളർ ഒന്നുമില്ല. 2 അച്ചിങ്ങ പയർ, നീളം പയറുണ്ട് ഇവിടെ, ഒരു 2 പയറൊന്ന് വളച്ചൂട്ടി വെച്ചു. ഒരു തക്കാളി കഷ്ണം അത് കൂട്ടി വെച്ചേക്കണടുത്ത് ഒന്ന് കീറി മുറിച്ച്, തക്കാളിയുടെ ഒരു മുതലൊന്ന് മുറിച്ച് കീറി അതും വെച്ചു. ഒരു അലങ്കാരം കൂടി ആയിക്കോട്ടെ. അപ്പോൾ ഇത് ചുവന്ന കപ്പങ്ങ കൊണ്ടൊരു തോരൻ, ആർഭാടങ്ങളൊന്നുമില്ലാത്ത ചുവന്ന കപ്പങ്ങ തോരൻ. ഇത്തരത്തിലുള്ള കപ്പങ്ങ കടകളിൽ കാണുമ്പോൾ അത് പഴുത്തതായിരിക്കുന്ന എനിക്ക് തോന്നണേ. അതിനി പച്ചയാണോ എന്നറിയില്ല. കാണുമ്പോൾ പുറകെ നല്ല മഞ്ഞ നിറമാണ്. സാധാരണ നമ്മളൊക്കെ ഇവിടെ ഉള്ളൊരു വാങ്ങിക്കുന്നുണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചതാണ്. അതിൽ നിന്ന് ഒരു കുരു മുളച്ച് വന്ന കപ്പങ്ങ മരമായിട്ട്, സാധാരണ കപ്പങ്ങകളേക്കാൾ വലുപ്പമുണ്ട് കേട്ടോ ഈ കപ്പങ്ങയ്ക്ക്. നല്ല കടയിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ നല്ല വിളക്കൂറുള്ള മണ്ണാണ്. എനിക്ക് തോന്നുന്നില്ല, അതിനേക്കാൾ ഇത്തിരി കൂടി വലുപ്പമുള്ളതാണ്. നല്ല നീളത്തിൽ ഇത്ര നീളം, ഒരടി
യേക്കാൾ കൂടുതൽ നീളം നല്ല വണ്ണമായിട്ടുള്ള നല്ല വലിയ 4 കപ്പങ്ങ ഇന്ന് കിട്ടിയത്. ഇനി അതും ഒരു 10-12 കൂടെ നിൽക്കുന്നുണ്ട്. ഒരെണ്ണെങ്കിലും വാങ്ങിച്ചൊരു കട നമ്മുടെ വീട്ടിലൊന്ന് പിടിപ്പിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ അത് ഉണ്ടാകുന്നേ, എൻ്റെ ഭവനത്തിൽ ഉണ്ടായതല്ലേ, ഞാനതല്ലേ പറയണേ. നമുക്കൊരു കപ്പങ്ങ പറിച്ചാൽ ഒരു ദിവസം തോരൻ വെക്കണത് ഇതാണെങ്കിൽ ഒരു 3 ദിവസം വയ്ക്കാം. അപ്പോൾ ചുവന്ന കപ്പങ്ങ കൊണ്ടൊരു തോരൻ, അതാണ് ഇന്നത്തെ എൻ്റെ പാചകവിധിയിലേക്കുള്ള സംഭാവന. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. എൻ്റെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയും ആൾക്കാരിത് കാണട്ടെ. നമുക്ക് ഞാൻ പറയുന്ന അറിവുകൾ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒന്നുകൂടെ കേട്ടോളൂ. ഇല്ല എന്ന് വെച്ചാൽ ഇതൊരു പുതിയ അറിവായി കരുതിക്കൂടെ? ഒരു പുതിയ കാര്യം കൂടി നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ? അപ്പോൾ എല്ലാവരും ചുവന്ന കപ്പങ്ങ ഇനി കടയിൽ കാണുമ്പോൾ ഒന്ന് വാങ്ങിച്ചു നോക്കൂ. എനിക്കുണ്ടായ അനുഭവം നിങ്ങൾക്കുണ്ടായാൽ തീർച്ചയായിട്ടും സന്തോഷമായിരിക്കും. വ്യത്യസ്തമായൊരു കപ്പങ്ങ, അതാണ് വ്യത്യസ്തമായൊരു കപ്പങ്ങ. ചുവന്നതെന്ന് പറയണ്ട, വ്യത്യസ്തമായൊരു കപ്പങ്ങ കപ്പമരം നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകട്ടെ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. മറക്കല്ലേ കപ്പങ്ങ കൊണ്ടൊരു വിഭവം.